ഹായ്, ഇന്നൊരു അടിപൊളി ചെമ്മീൻ മുരിങ്ങക്കോല് കറിന്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതൊരു ഇന്റർവ്യൂവിൽ ആസിഫിക്ക പറഞ്ഞ വൈറലായ കറി കൂടിയാണ്. ഇതിന് വേണ്ടി ഒരു ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിന്റെ കൂടെ മുരിങ്ങക്കോലും പിന്നെ 1/4 കിലോയോളം ചെമ്മീനും ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഉള്ളി ചേർത്ത് ചെറുതായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങക്കോലാണ് ചേർക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. അതായത് 1 കപ്പോളം വെള്ളം വേണ്ടി വരും. ഈ മുരിങ്ങക്കോല് വേവാനുള്ള സമയം ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് കറിയിൽ ഒഴിക്കാനുള്ള തേങ്ങാപ്പാൽ എടുക്കാം. 1-ാം പാലാട്ടോ നമ്മൾ കറിയിൽ യൂസ് ആക്കുന്നത്. ഈ മുരിങ്ങക്കോല് വേവായോ നോക്കാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കാം കേട്ടോ. ഈ ചെമ്മീൻ അധികം വേണ്ടവർ അധികം ചെമ്മീൻ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും തേങ്ങാപ്പാലൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ പാകമാണോ നോക്കുക. അതേപോലെ തന്നെ ഫൈനലായിട്ട് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. കുറുകി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മുരിങ്ങക്കോല് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൂടുതൽ ടേസ്റ്റ് തലേന്ന് വെച്ച് പിറ്റേന്നാവുമ്പോഴേക്കാണ് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ നാട്ടിലും ചെമ്മീൻ മുരിങ്ങക്കോല് കറി ഇങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കൂടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.